ബില്യൺ വർഷമേ ഭൂമി ഹാബിറ്റബിൾ ആവുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ഓരോ 1 ബില്യൺ വർഷം കൂടുമ്പോഴും സൂര്യന്റെ ബ്രൈറ്റ്നസ് 10% കൂടുമെന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കിയാൽ അടുത്തൊരു 1 ബില്യൺ വർഷത്തിൽ 10% ബ്രൈറ്റ്നസ് കൂടും. അപ്പോൾ വെളിച്ചം മാത്രമല്ല, ചൂടും അതിനനുസരിച്ച് കൂടും. അത് കോംപ്ലക്സ് ആയ ഓർഗാനിസത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. ഭൂമിയുടെ ഉപരിതലത്തിൽ ലിക്വിഡ് വാട്ടർ നിലനിൽക്കാതെ സമുദ്രങ്ങൾ ഇവാപ്പറേറ്റ് ആകുന്ന രീതിയിൽ ടെമ്പറേച്ചർ കൂടും. സമുദ്രങ്ങൾ ഇല്ലാതാവുന്നതോടെ അത് അന്തരീക്ഷത്തിനെയും ബാധിക്കും. ചില ജീവജാലങ്ങൾക്ക് പരിണാമം സംഭവിക്കാം, പക്ഷെ അതൊരു സ്ലോ പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ കാലാവസ്ഥയിലെ മാറ്റം എത്ര വേഗം നടക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും. നമ്മൾ സർവൈവ് ചെയ്യാനുള്ള സാധ്യത ഇസ് ഓൺലി ത്രൂ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, ജിയോ എഞ്ചിനീയറിംഗോ വേറെ ഗ്രഹങ്ങളിൽ കോളനി സ്ഥാപിച്ചോ ഒക്കെ. തിക്ക് അറ്റ്മോസ്ഫിയറിന്റെ കുറവ് 1 ബില്യൺ ഇയേഴ്സിൽ ഉണ്ടാവുമെങ്കിലും ടെറാഫോമിംഗ് ഒക്കെ വഴി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉപയോഗിച്ച് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് മാർസ് ആയിരിക്കും.